ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റ്ലാങ്ക്രാഫ്റ്റ്സ്. ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ 1.5 ഗ്ലാസ് അരി ഞാൻ എടുത്തു. ബിരിയാണി റൈസാണ് എടുത്തത്. അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി പാൻ വെച്ചു. അതിലേക്ക് തന്നെ എണ്ണ ഒഴിക്കാം. നമുക്ക് ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ 1 സ്പൂൺ ഗീയും കൂടി നമുക്ക് ചേർക്കാം. 1 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, പട്ട, ബേ ലീഫ് അങ്ങനെയെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം പച്ചമുളക്, അരിഞ്ഞു വെച്ച സവാള ഇട്ട് നമുക്ക് ഉപ്പും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. നല്ല ഓപ്പൺ ചെയ്തതിന് ശേഷം ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് തക്കാളി ഇട്ട് അതും നല്ലപോലെ തന്നെ നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ശരിക്കും ഇത് നല്ല രീതിയിൽ സ്മാഷാക്കി എടുത്താൽ മാത്രമേ ചിക്കന് ടേസ്റ്റ് വരുത്തുകയുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കറിവേപ്പിലയെല്ലാം പൊടിഞ്ഞു പോയി. അപ്പം നല്ലതായിട്ട് കറിവേപ്പില ഇടാൻ നല്ല ടേസ്റ്റായിരിക്കും. നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും ഈസ്റ്റേൺ പൗഡറിൻ്റെ ചിക്കൻ മസാലയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് 2 സ്പൂൺ ഇടുക. നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ പറയാൻ മറന്നുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കണം. പിന്നെ നമുക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് നല്ലതായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഓയിൽ മുകളിലേക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 kg ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് നല്ല ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ ചിക്കന് ടേസ്റ്റ് വരത്തുള്ളൂ. അതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. നമുക്ക് ഈ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നിന്ന് ഞാൻ കുറച്ച് ചാറ് മാറ്റി വയ്ക്കുന്നുണ്ട്, ഗ്രേവി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിക്കൊപ്പം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമുക്ക് എങ്ങനെയാണ് ഇനി ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 ഗ്ലാസ് അരിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാ മസാലകളും നമുക്കിടണം. സാഗ്ജീര ഇടുക, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന പച്ചമുളക്, ഗാർലിക്, 1 ഗാർലിക്കും ജിഞ്ചറും ചതച്ചത്, മല്ലിയില, പുതിനയില ഇത്ര ഇട്ടതിന് ശേഷം 1/2 നാരങ്ങയുടെ ജ്യൂസ് കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം. അതിന് ശേഷം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമേ അരി ഇടാവൂ. അപ്പം നല്ലതായിട്ട് തിളച്ചു. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തിളച്ച് വരുമ്പം തന്നെ എന്താ വെച്ചാൽ ഞാൻ റോസ് വാട്ടർ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി എസൻസ് കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ തിളച്ച് വന്നു. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അരി നമുക്ക് ഇടാം. അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കുക. നമുക്ക് നോക്കാം ഇനിയും ആയി വന്നു. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി ചോറ് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് ഗീ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദം ചെയ്യണമല്ലോ.
അപ്പോൾ അതിനകത്ത് നമുക്ക് തവ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് ഞാൻ റൈസ് എടുത്ത് മാറ്റി വെച്ചു. ഇനി എങ്ങനെയാണ് നമുക്ക് ബിരിയാണി എന്ന് നമുക്കൊന്ന് ദം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ റൈസ് കുറച്ച് മാറ്റി വെച്ചു, അതിലേക്ക് ചിക്കൻ ഇട്ടു, ലെമൺ ജ്യൂസ് ഒഴിച്ചു, കുറച്ച് ബിരിയാണി മസാല ഇട്ടു, പുതിനയിലയും ഇട്ടതിന് ശേഷം കുങ്കുമപ്പൂ നേരത്തെ തന്നെ ചൂട് പാലിനകത്ത് ഞാൻ കുതിർത്ത് വെച്ചിരുന്നു, അതും ചെയ്തു. ഇതുപോലെ രണ്ടാമത് റൈസ് ഇട്ട് നമുക്ക് ചിക്കൻ മുകളിലിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യണം. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ദം ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും, തീ കുറച്ചിട്ടതിന് ശേഷം. അപ്പം ഞാൻ ഫോയിൽ പേപ്പർ മുകളിൽ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ലെഡ് വെച്ചതിന് ശേഷമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. പിന്നെ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.